I am Hasna. Welcome to my YouTube channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ 5th ചാപ്റ്റർ ആണ്. This is the last chapter in this module. This is called classification of instructional methods and strategies. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇനി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ എയിം എന്ന് പറയുമ്പോൾ മിക്കവാറും കുട്ടികളിൽ ഒന്നെങ്കിൽ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽസ്, ഡിസൈറബിൾ ആറ്റിറ്റ്യൂഡ്സ്, അതൊക്കെ എഫക്റ്റീവ് ഡൊമൈനിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഒരു എഫക്റ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ ശരിയായ രീതിയിലായിരിക്കണം. ഓക്കെ, പല ഓതേഴ്സും ഈ ഒരു ടേംസ് ഡിഫറെൻ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്. ആ ഒരു പ്ലാൻ, ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു രീതി. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻ മെത്തേഡ് തന്നെയാണ് ടീച്ചിങ് മെത്തേഡ്, ടീച്ചിങ് ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സെയിം ആണ്. ഇനി അതിനൊന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന ഇവൻറ്റ്സിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അത് അറേഞ്ച് ചെയ്യുന്ന ആരാണ്? ടീച്ചറാണ്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളിലേക്ക് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ ടീച്ചറാണ്. ഓക്കെ, ദെൻ ഇനി ഈ ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിലേക്ക് അറിവ് എത്താൻ തന്നെയാണ്. അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുക, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, അവർക്ക് സമൂഹത്തിൽ എന്താണോ വേണ്ടത് അത് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഇനി അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ലെക്ചർ ആൻഡ് ഇംപ്രൂവ്ഡ് ലെക്ചർ. ലെക്ചറും ഇംപ്രൂവ്ഡ് ലെക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലെക്ചർ എന്ന് പറയുന്നത് ഓറലി പറയുന്നതാണ്. ഓറലി പറയുന്നത് തന്നെയാണ് ഇംപ്രൂവ്ഡ് ലെക്ചർ എന്ന് പറയുന്നതും. പക്ഷേ പ്ലസ് അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ആൻസർ ടെക്നിക്കും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ ഡിജിറ്റൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇംപ്രൂവ്ഡ് ലെക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഡെമോൺസ്ട്രേഷൻ, എക്സ്പെരിമെൻ്റ് ഒക്കെ കാണിക്കുന്ന ഡെമോൺസ്ട്രേഷനാണ്. ദെൻ സെമിനാർ, പാനൽ ഡിസ്കഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡി, ബസ് സെഷൻ, ബ്രെയിൻ സ്റ്റോമിംഗ്, ഗെയിം, സൈമുലേഷൻ, റോൾ പ്ലേ, ട്യൂട്ടോറിയൽ, ഇൻഡസ്ട്രി, ഫീൽഡ് വിസിറ്റ്, അസൈൻമെൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു. പ്രൊജക്ട് മെത്തേഡ്, സെൽഫ് ലേണിംഗ് മൊഡ്യൂള്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ്, ഓൺലൈൻ ലേണിംഗ്. ഓക്കെ, ഈ ഒരു 21st സെഞ്ച്വറിയിൽ ഇതൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമല്ല. സോ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് മിലിറ്ററി ഫീൽഡിലാണ്. അതിൽ ഈ ഒരു ടേം നമ്മൾ എടുക്കുന്നത്. ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള പ്ലാന്. ഓക്കെ, എന്താണോ നടത്തേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ഓപ്പറേഷൻസിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യുക. അതിനൊരു കറക്റ്റ് ഗോൾ ഉണ്ടായിരിക്കും. ഇനി ആ ഒരു കാര്യം നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് എടുക്കുമ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റാണ്. എന്തിൻ്റെ? നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതിൻ്റെ. അതാണ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സയൻസാണ്, ആർട്ടാണ്. എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണോ നടക്കുന്നത് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളിൽ കൃത്യമായിട്ടുള്ള ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ ഉണ്ടാക്കുന്നത് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അതിൽ പല മെത്തേഡ്സ് ഉണ്ടാവും. സ്ട്രാറ്റജിയും മെത്തേഡും രണ്ടാണ്. എന്ന് വെച്ചാൽ എൻ്റെ സ്ട്രാറ്റജി, ഞാൻ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ കുട്ടികളിലേക്ക് ഇപ്പോൾ ഞാനൊരു ഇൻഫോർമലായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുക. അപ്പോൾ ഞാനതിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയും, എൻ്റെ വ്യൂ പോയിന്റ്സ് പറയും, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതാണ്. അതിൽ പല മെത്തേഡ്സും ഞാൻ യൂസ് ചെയ്യാം. ഓക്കെ, അതിൽ ഉൾപ്പെടുന്ന ഒരു അംബ്രല്ല ടേമാണ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് മെത്തേഡ്സ്. ഓക്കെ, ഈ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മൊത്തമായിട്ടുള്ളത് സ്ട്രാറ്റജിയാണ്. അതിൽ എത്ര വേണമെങ്കിലും മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ മെത്തേഡ് 1, മെത്തേഡ് 2, മെത്തേഡ് 3, n നമ്പർ ഓഫ് മെത്തേഡ് എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടേം ആയിരിക്കും. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ്. അതിൽ 3 വിധമാണ്: ടീച്ചർ സെൻറ്റേർഡ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ്, എക്ലക്റ്റിക് സ്ട്രാറ്റജി. ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ടീച്ചേഴ്സിനായിരിക്കും മെയിൻ റോൾ ഉണ്ടാവുക. ഒരു ഇൻഫർമേഷൻ
പ്രൊവൈഡറായിട്ട് ആൾ നിൽക്കും. ടീച്ചറുടെ കയ്യിലാണ് എല്ലാത്തിൻ്റെയും കൺട്രോൾ വരുന്നത്. സ്റ്റുഡൻസ് അധികം പാസീവായിരിക്കും, കേട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും, നോട്ട്സ് ഉണ്ടാക്കും. പിന്നെ സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യുന്ന മെയിൻലി ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായിരിക്കും. ഇനി സ്റ്റുഡൻറ് സെൻറ്റേർഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ കുട്ടികളാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കുകയാണെങ്കിൽ അവരോട് തന്നെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ നോട്ട് ഉണ്ടാക്കാൻ പറയും. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലാണ്. സ്റ്റുഡൻസിന് അതിൻ്റെ ഒരു ഓട്ടോണമസ് പവർ കിട്ടുന്നു. ഓക്കെ, ആ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള. ടീച്ചേഴ്സ് അവിടെ ടീച്ച് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു രീതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും. ഇവിടെ ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത് കൗൺസിലറാണ്, ഫെസിലിറ്റേറ്ററാണ്, സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളാണ്. ഓക്കെ, ദെൻ എക്ലക്റ്റിക് സ്ട്രാറ്റജി. ഇവിടെ ടീച്ചേഴ്സും ഉണ്ട് സ്റ്റുഡൻറ്റും ഉണ്ട്. ഇതിൽ കൃത്യമായിട്ട് അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. സംടൈംസ് ടീച്ചേഴ്സ് ആക്റ്റീവാണ്, സംടൈംസ് സ്റ്റുഡൻ്റ് ആണ് ആക്റ്റീവ്. ഓക്കെ, ഇതിൽ ടീച്ചേഴ്സിന്റെ റോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഇൻഫർമേഷൻ പ്രൊവൈഡർ ആയിരിക്കും, ചില സമയത്ത് ഫെസിലിറ്റേറ്റർ ആയിരിക്കും, ഗൈഡ് ആയിരിക്കും, കൗൺസിലർ ആയിരിക്കും. ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് സ്ട്രാറ്റജി കോണ്ടിനം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് കോണ്ടിനം എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഒരു ഇത് ആലോചിക്കാം. നഴ്സറിയിൽ പഠിപ്പിക്കുന്ന പോലെയാണോ ഇപ്പോൾ ഒരു ഡിഗ്രി, PG, BEd ലെവലിൽ നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ല അല്ലേ. നമ്മൾ വളരും തോറും ടീച്ചേഴ്സിന്റെ പണി കുറയാണ് ചെയ്യുന്നത്, പക്ഷെ സ്റ്റുഡൻസിന്റെ പണി കൂടുകയാണ് ചെയ്യുന്നത്. നമുക്കാണ് ഇരുന്ന് ആലോചിക്കാനുള്ള, നമ്മളാണ് ഇരുന്ന് പഠിക്കേണ്ടത്, കുത്തിയിരുന്ന് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. വളരും തോറും നമ്മളാണ്, ടീച്ചേഴ്സിന്റെ പണി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ടീച്ചിങ് മെത്തേഡ്സും സ്ട്രാറ്റജീസിന്റെ ഇടയിൽ ചില കോണ്ടിനം നടക്കുക. കോണ്ടിനം മീൻസ് കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, ഈ സം മെത്തേഡ്സ് ആർ മോസ്റ്റ്ലി ടീച്ചിങ് സെന്റേർഡ്. ഈ ലെക്ചറിലായാലും ഇംപ്രൂവ്ഡ് ലെക്ചറിലായാലും ഡെമോൺസ്ട്രേഷനിലായാലും ഒക്കെ ടീച്ചറിനാണ് പണി കൂടുതൽ. കാരണം ടീച്ചർ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, എല്ലാം ഡൗട്ട് ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെറുപ്പത്തിലുള്ള നമ്മുടെ ഇത് ആലോചിക്കുക, നഴ്സറി മുതലുള്ള അതിങ്ങനെ മുകളിലേക്ക് നമ്മൾ പഠിക്കും തോറും അത് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ട് മാറാണ്. ഓക്കെ, ഇവിടെ സ്റ്റുഡൻസ് ആണ് മോർ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് കോണ്ടിനം എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ വിച്ച് മെത്തേഡ് സപ്പോർട്ട്സ് വിച്ച് സ്ട്രാറ്റജി, ഏത് മെത്തേഡിലാണ് ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഹൗ ടു ഷിഫ്റ്റ് ഫ്രം ടീച്ചർ സെൻറ്റേർഡ് ടു സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ് വെൻ നീഡഡ്. ഓക്കെ, ദെൻ ഈ ഒരു ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കോളത്തിൽ ടീച്ചേഴ്സിന്റെ റോളാണ്. ഇവിടെ അവർ ടീച്ചർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇവിടെ സ്റ്റുഡൻസിന്റെ റോളാണ്. ഇവിടെ നോക്കാം, ടീച്ചേഴ്സിന്റെ റോള് താഴോട്ട് വരുന്തോറും ടീച്ചേഴ്സിന്റെ റോള് കുറയുക ചെയ്യുന്നത്. ഇവിടെ ഇൻഫർമേഷൻ പ്രൊവൈഡറാണ്. ഇവിടെ നമ്മളൊരു നഴ്സറി തൊട്ടൊരു 3-4 ക്ലാസ് വരെ നമ്മൾ ആലോചിക്കുക. ഇൻഫർമേഷൻ പ്രൊവൈഡർ ഇവിടെ ലെക്ചറും ഇംപ്രൂവ്ഡ് ലെക്ചറും ഡെമോൺസ്ട്രേഷനും ഒക്കെ യൂസ് ചെയ്യുന്നു. വേണമെങ്കിൽ ഒരു 10ാം ക്ലാസ് വരെ കൂട്ടിക്കോ. അവിടെയൊക്കെ നമുക്ക് മരിച്ചു കിടന്ന് പഠിപ്പിച്ചിരുന്നു ടീച്ചേഴ്സ്. ഓക്കെ, അവിടെ സ്റ്റുഡൻസ് എന്താണ്, പാസീവാണ്. അവരിങ്ങനെയൊക്കെ പറയുന്നു, ഇത് കേൾക്കുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു 5ാം ക്ലാസ് മുതൽ +2 ഒക്കെ വരെ നമ്മളെ കൊണ്ട് അവർ ചെയ്യിക്കുന്നുണ്ട്. സെമിനാർ, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡി. അവിടേക്ക് വരുമ്പോൾ ടീച്ചർ ഫെസിലിറ്റേറ്റർ ആണ്. ഇവിടെ സ്റ്റുഡൻസിന്റെ റോള് ഇന്ററാക്ഷൻ. നമ്മൾ കുറച്ചും കൂടി കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്ന് കുട്ടികളുടെ ഇടയിൽ നിന്നൊക്കെ ഇന്ന് ടീച്ചേഴ്സിന്റെ സഹായം ഇല്ലാതെ കുറച്ചൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗൈഡ് ഇൻഡസ്ട്രി ഫീൽഡ്, ഡിഗ്രി, PG അവിടേക്കൊക്കെ വരുമ്പോൾ ടീച്ചേഴ്സൊക്കെ ഒരു ഗൈഡാണ്. അവർക്ക് വലിയ റോളൊന്നുമില്ല. ഇപ്പോൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വല്ലാതെ ഒരു പഠിപ്പിക്കൊന്നും വേണ്ട അല്ലേ. സ്പൂൺ ഫീഡിങ് ടെക്നിക്കൊക്കെ ആ ഒരു സംഭവം ആകുമ്പോഴേക്കും മാറിക്കിട്ടും. പക്ഷേ സ്റ്റുഡൻറ്റിൻ്റെ റോള് അവിടെ നന്നായിട്ടുണ്ട്. നമ്മൾ വേണം ഇരുന്ന് പഠിക്കാൻ, നമ്മൾ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അവിടെ നമുക്ക് ഫീൽഡ് വിസിറ്റ് ഉണ്ട്, അസൈൻമെന്റ് ഉണ്ട്, ലാബ് വർക്ക് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അഡൽട്ട് ലേണിംഗ്, നമ്മളിപ്പോൾ ഡിഗ്രി, PG, PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും ടീച്ചേഴ്സിന് ഒരു റോളും ഇല്ല. എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഒരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാന്നല്ലാതെ വേറൊരു തരത്തിലുള്ള റോളും ടീച്ചേഴ്സിനില്ല. പക്ഷെ അവിടേക്ക് നമ്മൾ ടീച്ചേഴ്സിൻ്റെ റോളൊക്കെ ഇങ്ങനെ ആ ഒരു ഭാഗമാകുമ്പോഴേക്ക് ഡിക്രീസ് ചെയ്യാണ്. ബട്ട് സെയിം ടൈം സ്റ്റുഡൻറ്റ് റോള് എന്ത് ചെയ്യാണ്, ആ ഭാഗമാകുമ്പോഴേക്ക് കൂടാണ്. നമ്മൾ തന്നെ റിഫ്ലക്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ അഡൽട്ട് ലേണിംഗ് ഒക്കെ ഇതിൽ പെടും. ഓൺലൈൻ ലേണിംഗ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ്, ഇതൊക്കെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡാവും. നമ്മളിങ്ങനെ വളരും തോറും സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡിലേക്ക് പോവാണ്. ഇതാണ് ഈ ഒരു കോണ്ടിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ ഒരു ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അടുത്ത 2 ഇതും വരുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഒരു ടേബിളും കൂടി നോക്കാം. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റുഡൻസ് ആക്ടിവിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അതായത് കുട്ടികൾക്ക് പണം കൂടുന്ന സമയത്ത് എന്താ പറയുക, സ്റ്റുഡൻറ് മൂവ്സ് ഫ്രം ലിസണിങ് ടു, ജസ്റ്റ് അവർ കേട്ടിരിക്കാനല്ലാതെ അവരെന്ത് ചെയ്യും, ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും, അവരത് ചെയ്യാൻ ശ്രമിക്കും, അവർ മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങും, റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ഇതിൽ സെമിനാർ, ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡി, പ്രൊജക്ട് വർക്ക്, സൈമുലേഷൻ, ഇതിലൊക്കെ സ്റ്റുഡൻറ് സെൻറ്റേർഡ് സ്കിൽസ് വർദ്ധിപ്പിക്കാൻ കഴിയും. വി ക്യാൻ ഹെൽപ്പ് ടു ഡെവലപ്പ് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇനി അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ദ കോണ്ടിനം ഈസ് നോട്ട് ഫിക്സ്ഡ് ഓർ റിജിഡ്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ വളരുന്തോറും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുന്നതാണ്. വളരുന്തോറും അവർ നമ്മളെ വല്ലാതെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് പഠിക്കാം. ഓക്കെ, എ മെത്തേഡ് ബിക്കംസ് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ഓൺലി ഇഫ് സ്റ്റുഡൻറ് ആക്റ്റീവ്ലി പെർഫോം ദ ടാസ്ക്. പിന്നെ വളരുന്തോളം കുട്ടികളുടെ കഴിവിനനുസരിച്ചായിരിക്കും ആ ഒരു എന്ത് ചെയ്യുക, മെത്തേഡ് സക്സസ് ആവോ ഇല്ല എന്ന് പറയാൻ പറ്റുക. ഇനി എല്ലാം ടീച്ചർ ചെയ്യുകയാണെങ്കിൽ ലാബിൽ നിന്ന് അതൊരു ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി മാത്രമായിട്ട് മാറും. ഇനി സോഷ്യൽ ആറ്റിറ്റ്യൂഡ് സ്കിൽസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡ്സിന് സഹായിക്കും. അതായത് അവരായിട്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ കഷ്ടപ്പാടും വിഷമമൊക്കെ മനസ്സിലാവും. അപ്പോൾ അത് മറ്റുള്ളവരത് റെസ്പെക്ട് ചെയ്യാനും ടീം വർക്കിലേക്കും കോപ്പറേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ അത് ഇമ്പ്രൂവ് ആക്കും. അതൊക്കെ ഈ സെമിനാർ, ഗ്രൂപ്പ് ഡിസ്കഷൻ, പ്രൊജക്റ്റ്, ഫീൽഡ് വിസിറ്റ് ഒക്കെ ചെയ്യുന്നതിലൂടെയാണ് അത് എന്താവുന്നത്, സക്സസ് ആവുന്നത്. ഇനി ഫീൽഡ് വിസിറ്റ്, ലാബ് പ്രൊജക്റ്റ്, ഇതിലൊക്കെ ഇതിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് ഇറങ്ങി ചെന്ന് ചെയ്യാണല്ലോ എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യും, എക്സ്പെരിമെൻറ്റ്സ്, അതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും അവർ ഒറ്റയ്ക്ക് ചെയ്യാണ്. സോ അതിന് ഫീൽഡ് വിസിറ്റ്, ലാബ്, പ്രൊജക്റ്റൊക്കെ നല്ല ഒരു പാർട്ടാണ്. ഇവിടെ ടീച്ചർ ഒരു നിയർ ഗൈഡ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവർ മാത്രമാണ്. അവിടെ ഒരു ഓറലി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ലെക്ചറർ മാത്രമല്ല. ഇനി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡിൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറയുമ്പോൾ കുട്ടികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസും മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ദിസ് മിക്സ് ഷുഡ് ബി ചൂസൺ കെയർഫുള്ളി ആൻഡ് അപ്രോപ്രിയറ്റ്ലി അക്കോർഡിംഗ് ടു ദ ലേണിംഗ് സിറ്റുവേഷൻ അനുസരിച്ച് വേണം അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊണ്ടുപോയി സെമിനാർ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് വേണം നമ്മളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് കൊടുക്കുക, റെഗുലറായിട്ട് ഫീഡ്ബാക്ക് വാങ്ങുക, അങ്ങനെയൊക്കെ അത് നമുക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ദീസ് ആർ ദ പോയിന്റ്സ് ഫ്രം ദിസ് ചാപ്റ്റർ. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഫ്രം ദിസ് ഫസ്റ്റ് മോഡ്യൂൾ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ ഒരു PDF ഫയൽ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി റിവൈസ് ചെയ്യാൻ വേണമെങ്കിൽ യു ക്യാൻ ജോയിൻ ഇൻ ദ ഗ്രൂപ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.